Hello everyone, Assalamu alaikum, welcome back to my channel. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ദ റിച്ച് ബിക്കംസ് റിച്ചർ ആൻഡ് ദ പുവർ ബിക്കംസ് പുവർ. ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: പൈസക്കാർ കൂടുതൽ കൂടുതൽ പൈസക്കാരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരാകുന്നു എന്നുള്ളത്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മിഡിൽ ക്ലാസ് ക്രൈസിസിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾ എന്നും മിഡിൽ ക്ലാസ്സിൽ തന്നെ നിൽക്കുന്നത്, അവരെന്തുകൊണ്ടാണ് മുകളിലേക്ക് പോവാത്തത് എന്നുള്ളത്. നമ്മളെല്ലാവരും ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ വളരെ ചുരുക്കം ചിലരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ആഡംബരങ്ങളും അതുപോലെ തന്നെ വേൾഡ്ലി പ്ലഷേഴ്സ്, ഈ ലോകത്തുള്ള സുഖങ്ങളെല്ലാം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ പലപ്പോഴും നമ്മൾക്കത് സാധിക്കാതെ പോകുന്നത് നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് മെന്റാലിറ്റി കാരണമാണ്. മിഡിൽ ക്ലാസ് മെന്റാലിറ്റി എന്ന് പറഞ്ഞ് ഈ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾക്കെല്ലാവരും ആഷ് പോഷ് കാണിക്കാൻ ഇഷ്ടമുള്ള ഒരു സൊസൈറ്റിയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമ്മൾ കാണുന്ന പല റിയാലിറ്റീസിലും എല്ലാവരുടെ കയ്യിലും നല്ല പണമുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹൈഫൈ ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാനും നല്ല ഹൈഫൈ ആയിട്ട് ജീവിക്കട്ടെ എന്നുള്ള തോട്ടിൽ നിന്ന് പലപ്പോഴും പല വീഴ്ചകളും മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്നാമത്തത് വിവാഹം. നമുക്കറിയാം, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ആചാരമല്ല, ഒരു ആഡംബരമാണെന്ന് തന്നെ നമുക്ക് പറയാം. 4-5 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണങ്ങളൊക്കെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത്. ആഡംബരം എന്ന് പറഞ്ഞ് അതിനേക്കാൾ ഒരു വലിയ വാക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ആഡംബരം നിറഞ്ഞ കല്യാണങ്ങളാണ്. 5 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന മെഹന്തി, ഹൽദി, സംഗീത്, പിന്നെ അതുപോലെ തന്നെ ബ്രൈഡൽ ഷോവർ, അങ്ങനെ കുറേ ആചാരങ്ങൾ വെച്ചിട്ടാണ് കല്യാണങ്ങൾ നടക്കുന്നത്. ഇതിന് ഓരോന്നിനും പൊട്ടിക്കുന്ന പൈസക്ക് യാതൊരു കണക്കുമില്ല. ഒരു മനുഷ്യൻ തൻ്റെ ജോലി ചെയ്യുന്ന കാലം മുതൽ തൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് വരെ, അതല്ലാന്നുണ്ടെങ്കിൽ ആ കല്യാണം നടക്കുന്നത് വരെ സ്വരൂപിച്ച പൈസ മൊത്തം ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്. അത് മാത്രമല്ല, പലപ്പോഴും മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ കല്യാണങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടിയുടെ വാപ്പയോ അല്ലെങ്കിൽ ബ്രദറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയുള്ള ലൈഫ് ഈ കടം വീട്ടാനാണ് പോകുന്നത്. ഒരു 2-3 പെൺകുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ആൺകുട്ടികളുടെ ആണെങ്കിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കല്യാണങ്ങളുടെ ഒരു പൊടിപൂരമാണ്. എല്ലാവർക്കും ഡ്രസ്സ്, വീട്ടിലെല്ലാവർക്കും ഡ്രസ്സ്, അതുപോലെ തന്നെ പെണ്ണ് വരുമ്പോഴത്തേക്കും വീട് നല്ല രീതിയിൽ ഒരുക്കണം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ആളുകളെ എത്ര തരം ഭക്ഷണങ്ങളൊക്കെയാണ് ഓരോ കല്യാണത്തിന് ഒരുക്കുക എന്നുള്ളത്. ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ കല്യാണം സന്തോഷത്തിലാവുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലേ കല്യാണം സന്തോഷത്തിലാവില്ല എന്നുമില്ല. അപ്പോൾ ആ ഒരു ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് ഈ പൊങ്ങച്ചം കാണിക്കലിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കല്യാണമെല്ലാം കുറച്ച് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് നോക്കാണ്ട് നമ്മളുടെ രീതിയിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല രീതിയിൽ നിങ്ങളുടെ സേവിങ്സ് അവിടെ തന്നെ വെച്ചിട്ട് കൊണ്ടുപോവാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്നത് വിവാഹമാണ്. രണ്ടാമത്തത് വീടാണ്. ഇപ്പോൾ ആളുകളുടെ മറ്റൊരു പൊങ്ങച്ചെന്ന് പറയുന്നത് വീടാണ്. നമ്മൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് വീട്. അതല്ലാണ്ട് നമ്മൾ എല്ലാവരും മരിച്ചു പോകാനുള്ള മനുഷ്യന്മാരല്ലേ, ഒരിക്കലും നമ്മൾ ഈ ലോകത്ത് ശാശ്വതരല്ല. അപ്പോൾ ഒരു 50-60 വയസ്സ് വരെ അധ്വാനിച്ച പൈസ അത് വെച്ചിട്ട് ഒരു വീട് വെക്കുന്നു. വീട് വെച്ചിട്ട് അതിന് ശേഷമുള്ള കടം വീട്ടാൻ വേണ്ടിയിട്ട് ഓട്ടാണ്. ഈ റിട്ടയർമെൻറ്റ് ലൈഫിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ വീട്ടിലൊന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അല്ലെങ്കിൽ ഒരു 35 വയസ്സിൽ വീട് വെച്ചു എന്ന് വിചാരിച്ചോളൂ, ബാക്കിയുള്ള അയാളുടെ ജീവിതം മൊത്തം ആ വീടിന് എടുത്ത ലോൺ അടക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പോകും, അല്ലെങ്കിൽ കടം വീട്ടാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പാകത്തിനുള്ള, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള, നമ്മളുടെ നിലനിൽപ്പിനനുസരിച്ചിട്ടുള്ള ഒരു വീട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മറ്റുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ പൊങ്ങച്ചം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഷോ ഓഫ് എന്നുള്ള ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് എത്ര സിമ്പിളാവും, എത്ര ഹാപ്പി ആവും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. എൻ്റെ വീട് ചെറുതായി കഴിഞ്ഞാൽ എന്താളുകൾ വിചാരിക്കും, എൻ്റെ അത്രയും ശമ്പളം ഇല്ലാത്ത മറ്റാളുടെ വീട് 2 നില 6 ബെഡ്റൂം ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ വീട്, എൻ്റെ വീട് എനിക്ക് താമസിക്കാൻ മാത്രം വലിപ്പം മതി, എൻ്റെ സന്തോഷത്തിന് ഇത് മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഈ കടബാധ്യതകളിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ചിലപ്പോഴെല്ലാം ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ അയാൾ അധ്വാനിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു വീട് മാത്രമായിരിക്കും അയാൾക്ക് വെക്കാൻ സാധിക്കുക. കാരണം അത്രയും ആഡംബരമുള്ള ഒരു വീട്. ആഡംബരമുള്ള വീട്ടിൽ പട്ടിണിയായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ആളുകളെ കാണിക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് നമ്മളുടെ സ്റ്റേറ്റസിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിനനുസരിച്ച്, നമ്മുടെ നിലനിൽപ്പിനനുസരിച്ചിട്ടുള്ള ഒരു വീട് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്.
മൂന്നാമത്തെ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളും ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ CBSE സ്കൂളിൽ തന്നെ പറഞ്ഞേക്കുകയാണെങ്കിൽ എവിടെ ആണെങ്കിലും പഠിക്കുന്ന കുട്ടികൾ പഠിക്കും എന്നുള്ളത് സത്യമാണ്. CBSE സ്കൂളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന സ്കൂളിൽ തന്നെ എൻ്റെ കുട്ടി പഠിക്കണം എന്നുള്ള വാശി എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കുട്ടികൾ എവിടെ ഇട്ട് കഴിഞ്ഞാലും പഠിക്കേണ്ട കുട്ടികൾ എവിടെയാണെങ്കിലും പഠിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ള അവരുടെ മുന്നിൽ വെച്ചിട്ട് ഓക്കെ എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ഈ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഏറ്റവും ഫീസ് വാങ്ങിക്കുന്ന ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിക്കുന്നത് എന്നുള്ള പൊങ്ങച്ചൊക്കെ എന്തിനാണ്? അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്തുകൂടെ? ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് തന്നെ LKG മുതൽ തന്നെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് എത്രയെത്ര പൈസയാണ് നമ്മൾ മുടക്കുന്നത്. ഈ ഒരു പൈസ ആ കുട്ടീൻ്റെ പേരിൽ ഒരു RD ആയിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സേവിങ്സ് രീതിയിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കത് ഉപകരിക്കും. പക്ഷെ നമ്മളെ ചിന്തിക്കാറില്ല. നമ്മൾ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അവരെ ഏറ്റവും നല്ല സ്കൂളിൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടും. നമുക്കൊരുപാട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട്. അതൊക്കെ മോശം സ്ഥലം ആണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഉയർന്ന മനുഷ്യന്മാർ, ഒരുപാട് നല്ല രീതിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന, നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത പൊസിഷനിൽ എത്തിയിട്ടുള്ള എത്രയോ ആളുകൾ ഇതുപോലെ പാവപ്പെട്ട സർക്കാർ സ്കൂളുകളിൽ പഠിച്ചു വന്നവരാണ്. സർക്കാർ സ്കൂളുകൾ ഒരിക്കലും ഒരു മോശം സ്കൂളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അതിലേക്ക് പറഞ്ഞേക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ CBSE സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കണം താല്പര്യമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന സ്കൂളിൽ തന്നെ പറഞ്ഞേക്കണമെന്ന് എന്തിനാണ് നമുക്ക് നിർബന്ധം? മറ്റുള്ള ആളുകളുടെ മുന്നിലെ പൊങ്ങച്ചം എന്നല്ലാണ്ട് അതിനെന്താ പറയുക? അപ്പോൾ അതിൽ നിന്നും നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു മിഡിൽ ക്ലാസ് ട്രാപ്പിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മറ്റൊരു സംഭവം, നമ്മൾ മിഡിൽ ക്ലാസ്സുകാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചു കിട്ടും. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. എനിക്കിത് വാങ്ങിക്കണം, എനിക്കത് വാങ്ങിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വന്തമായിട്ട് പൈസയൊക്കെ അധ്വാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വാങ്ങിച്ച് കൂട്ടാൻ തുടങ്ങും. ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് തീരുന്നത് വരെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അടുത്ത ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അടക്കും. അപ്പോഴത് കംപ്ലീറ്റ് ആയിക്കൊള്ളുന്നില്ല. പലിശ വന്ന് അങ്ങനെ പോകും. പലപ്പോഴും ഈ വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഒരു മൂലയിൽ ഇടുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല. പിന്നീട് നമുക്ക് തോന്നും ഇതെന്തിനാണ് ആക്ച്വലി ഞാൻ വാങ്ങിച്ചത്, ഒരാവശ്യം ഉണ്ടായില്ലല്ലോ, ഇത് വേസ്റ്റായി പോയല്ലോ എന്നൊക്കെ നമുക്ക് പിന്നീട് തോന്നും. പക്ഷെ എന്നാലും നമ്മളത് വാങ്ങിക്കുന്നതിൽ യാതൊരു വ്യത്യാസം വരുത്തില്ല. ഈ സ്വഭാവത്തിന് ഇംഗ്ലീഷിന് ഷോപ്പഹോളിക് എന്ന് പറയും. ഷോപ്പഹോളിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നതിനൊരു അതിരില്ലാത്ത അത്ര വാങ്ങിച്ചു കൂട്ടുന്നു. ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുന്നത്, ചെരുപ്പ് വാങ്ങിച്ചു കൂട്ടുന്നത്, ബാഗ് വാങ്ങിച്ചു കൂട്ടുന്നത്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ മാറ്റുന്നത്, ഇതെല്ലാം ഒരു തരത്തിലൊരു അസുഖമാണ്. അതൊന്നും ഒരു നല്ല സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നല്ല മോണിറ്ററി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളുടെ ശീലമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എത്രയാണോ വരവ് അതിനനുസരിച്ചുള്ള ചിലവ് മാത്രമേ നമ്മൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലായ്പ്പോഴും നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സേവിങ്സ് ഉണ്ടാകാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് സേവിങ്സ് ഇല്ല എന്നുള്ളതാണ്. പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉള്ള ആളുകൾ അവർക്ക് ഒരു മാസം 1-ാം തീയതി ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് ശമ്പളം മൊത്തം തീർന്നിട്ടുണ്ടാവും. പിന്നെ കടം വാങ്ങിക്കും. കടം വാങ്ങിച്ച് അടുത്ത 30-ാം തീയതി വരെ പോകും. അത് കഴിഞ്ഞ് അടുത്ത സാലറി കിട്ടുമ്പോൾ കടം വാങ്ങിച്ചത് വീട്ടണം. പിന്നെ വീണ്ടും 15-ാം തീയതി വരെ പോകും. അത് കഴിഞ്ഞ് വീണ്ടും കടം വാങ്ങി. ഇതന്നെയാണ്. ഈ ഒരു ട്രാപ്പിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പ് ആവാൻ പറ്റില്ല. നമുക്കൊരു ഫിക്സഡ് ബഡ്ജറ്റ് പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറി ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതെല്ലാം മിഡിൽ ക്ലാസ് ബിഹേവിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ മിഡിൽ ക്ലാസ് ബിഹേവിയറിൽ നിന്ന്, മിഡിൽ ക്ലാസ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മുടെ മെൻറ്റാലിറ്റി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമുക്ക് ഒരിക്കലും മോചനം ഉണ്ടാവില്ല. കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് നമ്മളെ തന്നെ വിലക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു വീട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു വാഹനം, പിന്നെ മിതമായ രീതിയിലുള്ള കല്യാണം, ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ആൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഉയർന്ന മുകളിലേക്ക് എത്താൻ അധിക വർഷങ്ങളൊന്നും വേണ്ടി വരില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.